മണിച്ചിത്രത്താഴ് എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഗംഗയും സണ്ണിയും നാഗവല്ലിയുമൊക്കെയാണ്. എന്നാൽ എഴുത്തുകാരൻ മധുമുട്ടത്തിന്റെ തൂലികയിൽ വിരിഞ്ഞ നാഗവല്ലിയുടെ കഥയ്ക്ക് പിന്നിൽ കേരളത്തെ നടുക്കിയ ഒരു യഥാർത്ഥ കൊലപാതകത്തിന്റെ ചരിത്രമുണ്ട്. മണിച്ചിത്രത്താഴിലെ കഥ സാങ്കല്പികമാണെങ്കിലും അതിനാധാരമായത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലുള്ള ആലമൂട്ടിൽ മേടയിൽ നടന്ന ഒരു യഥാർത്ഥ കൊലപാതകമാണ്. രാജാവിനേക്കാൾ സമ്പന്നരായ ആലമൂട്ടിൽ തറവാട് 17-ാം നൂറ്റാണ്ടിനും 20-ാം നൂറ്റാണ്ടിനും ഇടയിൽ കേരളത്തിൽ സാമ്പത്തികമായി ഏറ്റവും ഉയർന്ന ഇഴവ കുടുംബമായിരുന്നു ആലമൂട്ടിൽ. ഇവരുടെ പ്രതാപം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 1800കളുടെ തുടക്കത്തിൽ തിരുവിതാംകൂർ രാജാവിനേക്കാൾ സമ്പന്നരായിരുന്നു ഈ കുടുംബം, പോരാളികളുടെ കുടുംബം. അക്കാലത്ത് തൊട്ടുകൂടായ്മ നിലനിന്നിരുന്നുവെങ്കിലും മഹാരാജാവ് ഈ കുടുംബത്തിന് ചാന്നാൻ എന്ന ഉയർന്ന പദവി നൽകി ആദരിച്ചിരുന്നു. തിരുവിതാംകൂറിൽ ആകെ 3-4 കാറുകൾ മാത്രമുണ്ടായിരുന്ന കാലത്ത് അതിലൊന്നിന്റെ ഉടമ ആലമൂട്ടിൽക്കാരനവരായിരുന്നു. 100 കണക്കിന് ജോലിക്കാരുള്ള ആ മേടയിലെത്തുന്ന ആർക്കും ഏത് സമയത്തും വയറു നിറയെ ഭക്ഷണം നൽകിയിരുന്നു. 125 വർഷത്തിലധികം പഴക്കമുള്ള ആലമൂട്ടിൽ മേടയുടെ പ്രതാപത്തിന്റെ കൊടുമുടിയിലാണ് ആ സംഭവം നടക്കുന്നത്. കുടുംബം മരുമക്കത്തായമായിരുന്നു പിന്തുടർന്നിരുന്നത്. സ്വത്തുക്കളുടെ അവകാശം മരുമക്കൾക്കാണ്. എന്നാൽ അന്നത്തെ കാരണവർ തന്റെ സ്വത്തുക്കൾ മരുമക്കൾക്ക് പകരം സ്വന്തം മക്കൾക്ക് നൽകാൻ പോകുന്നു എന്നൊരു അഭ്യൂഹം ഇതറിഞ്ഞ അനന്തരവന്മാർ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി. അങ്ങനെ ആ ഇരുണ്ട രാത്രിയുടെ മറവിൽ അവർ കാരണവരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി കലവറയുടെ താക്കോലുകൾ കൈക്കലാക്കി സ്വർണവും പണവും അവർ കവർന്നു. എന്നാൽ ഈ ക്രൂരകൃത്യം നടക്കുമ്പോൾ അവിചാരിതമായി ഒരു വേലക്കാരി പെൺകുട്ടി അത് നേരിട്ട് കാണാനിടയായി. തെളിവുകൾ നശിപ്പിക്കാനായി കൊലയാളികൾ ആ നിരപരാധിയായ പെൺകുട്ടിയെയും കൊന്നുകളഞ്ഞു. ഈ ഇരട്ട കൊലപാതകത്തിന് ശേഷം ആലമൂട്ടിൽ മേട പതിയെ അനാഥമായി. ആളുകൾ അവിടെ താമസിക്കാൻ ഭയന്നു. ആ മാളിക ഒരു പ്രേതാലയം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ നിയമം ആ കൊലയാളികളെ വെറുതെ വിട്ടില്ല. രാജകൽപ്പന പ്രകാരം തൂക്കിലേറ്റി. 425 വർഷം പഴക്കമുള്ള നാലുകെട്ടും സസ്യങ്ങൾ പടർന്നു പിടിച്ച മുറ്റവും പഴയ പ്രതാപത്തിന്റെ ബാക്കിപത്രമായി ഇന്നും മുറ്റത്ത് തലയുയർത്തി നിൽപ്പുണ്ട്. സിനിമയുടെ കഥ സാങ്കല്പികമാണെങ്കിലും ആലമൂട്ടിൽ തറവാട്ടിലെ ആ ചോരക്കറ ഇന്നും ചരിത്രത്തിൽ മായാതെ കിടപ്പുണ്ട്.